എൻ്റെ കുഞ്ഞുങ്ങളെ. മുതിർന്നത് ഞാൻ വിളിച്ച അതേ വായു കൊണ്ട് തന്നെയാണ് പറഞ്ഞത്, എൻ്റെ കുഞ്ഞുങ്ങളെ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാവോളം ഞാൻ പിന്നെയും എന്ത് ചെയ്യുന്നു? അപ്പൊ മാതൃതുല്യമായ ശിക്ഷാ നടപടിയാണ് പൗലോസിന്റെ. അതുകൊണ്ടാണ് ഒരു ലേഖനം 16 അധ്യായങ്ങളിൽ തല്ലുക, അവരുടെ ദുർനടപ്പിനെതിരെ, വ്യഭിചാരത്തിനെതിരെ, വിഗ്രഹാർപ്പിത പൂജ്യങ്ങൾക്കെതിരെ, മാത്രമല്ല അവരുടെ വ്യവഹാരങ്ങൾക്കെതിരെ, അങ്ങനെ എല്ലാ അവരുടെ ഭിന്നത, പിണക്കങ്ങൾ, ഇതിനെതിരെയുള്ള ശക്തമായ വിമർശനം, പ്രതിരോധം, പ്രതിഷേധം, പ്രകോപനം, അതൊക്കെയാണ് ഒന്നാം ലേഖനം. രണ്ടാം ലേഖനം അവരെ തലോടുക, തട്ടി തലോടി തനികി അവരുടെ വേദനകളെ മാറ്റുകയാണ് പൗലോസ് ചെയ്യുന്നത്. ഈ രണ്ടാം ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം അല്പസമയം ആ രണ്ടാം ലേഖനം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ഒരു 5 കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുക. കുറിക്കാൻ വല്ലതും ഉണ്ടോ? കുറിക്കണം ഇനി പറയുന്ന കാര്യം. ഓക്കെ, 6-ാം അധ്യായത്തിലെ 5 വാക്യങ്ങളിൽ 5 അവബോധങ്ങൾ അറിയണം. അവയർനെസ് ആണ് മലയാളത്തിലെ നല്ലൊരു പദമാണ് അവബോധം, അവയർനെസ്. 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. 3-ാം വാക്യമാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിനും ഇടച്ചു കൊടുക്കാതെ ദൈവത്തിന്റെ ശുശ്രൂഷകരായി ഞങ്ങൾ നിൽക്കും. അപ്പോൾ നമുക്കവിടെ വേണ്ടുന്ന ഒന്നാമത്തെ അവബോധം ദൈവാവബോധമാണ്. എന്താണ് ദൈവാവബോധം? അവയർനെസ് അബൌട്ട് അവർ ഓൾമൈറ്റി ഗോഡ്. ദൈവാവബോധം. ഞാൻ ആരുടെ ശുശ്രൂഷ, എൻ്റെ ദൈവം ആരാണെന്നുള്ള അവബോധം. ആദ്യം 5 അവബോധങ്ങൾ ഞാനത് പറയാം, എന്നിട്ട് വിശദീകരിക്കും. ഒന്നാമത്തെ അവബോധം എന്താ എഴുതി? ദൈവാവബോധം. രണ്ടാമത്തേത് സ്വയാവബോധമാണ്. ഞാൻ ആരാണ്, എൻ്റെ ദൈവം ആരാണ് എന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത് അറിയേണ്ടത് എന്തുവാ? ഞാൻ ആരാണ്. അവിടെ പറയുന്ന ഒരു വാക്യത്തിന് 3-ാം വാക്യമാണ്. ദൈവാവബോധത്തിനും സ്വയാവബോധത്തിനും 3-ാം വാക്യമാണ്. ഞാൻ ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്. ആരുടെ ശുശ്രൂഷകൻ? ദൈവത്തിന്റെ. അതിന്റെ പ്രയോഗം നമ്മൾ പഠിക്കണം. അടുത്ത് ദൈവത്തിന്റെ ശുശ്രൂഷകൻ. ലോകത്തിന്റെ അല്ല, പാർട്ടിയുടെ അല്ല, മതത്തിന്റെ അല്ല, ജനസംഘ ശക്തിയുടെ അല്ല, ഒരു സമുദായത്തിന്റെ അല്ല, ഒരു സംഘടനയുടെ അല്ല, പിന്നെ ആരുടെ? ദൈവത്തിന്റെ ആശുപത്രിയാണ്. അതാണ് സ്വയാവബോധം. മൂന്നാമതൊരു അവബോധമുണ്ട്, അതെന്ന് പറയുന്നത് സമയാവബോധമാണ്. സമയാവബോധം. 2-ാം വാക്യം നോക്കിക്കേ. ഇപ്പോഴാകുന്നു, ഇപ്പോഴാകും. അപ്പൊ സമയാവബോധം വേണം ശുശ്രൂഷയ്ക്ക്. ഈ വർത്തമാനകാലത്തിന്റെ പ്രത്യേകതയാണ്. കർത്താവദാസൻ ജോയി പാസ്റ്റർ നമുക്ക് പ്രാർത്ഥന വിഷയങ്ങൾ നൽകിയപ്പോൾ നമ്മൾ അറിഞ്ഞു ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയുണ്ട്, ഈ സമയത്തിന്റെ പ്രാധാന്യതയുണ്ട്. ഭരിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഈ കാലം ഏറ്റവും പ്രധാനമാണെന്ന് മനസ്സിലായി. അപ്പോൾ അതാണ് സമയാവബോധം എന്ന് പറയുന്നത്. 3-ാമതായി 4-മതൊരു അവബോധമുണ്ട്, കൃപ അവബോധമാണ്. 6-ന്റെ 1-ാം വാക്യം. നിങ്ങൾക്ക് ലഭിച്ച കൃപ എന്ത് ചെയ്യരുത്? വൃഥാവാകരുത്. കൃപാവബോധം വിശദീകരിക്കാൻ ഞാനുള്ളത്. ഓക്കെ, 5-ാമത്തെ ഒരു അവബോധമുണ്ട്, സഹനാവബോധം. സഹനാവബോധം. 5-ാം വാക്യം നോക്കിക്കേ. 5-ാം വാക്യം എന്ന് പറഞ്ഞാൽ ബഹുസഹിഷ്ണുത, പിന്നെ കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്. നമ്മൾ പ്രാർത്ഥിച്ച് തീർന്നുള്ള വിഷയങ്ങൾ. അരുണാചൽ പ്രദേശ്, ഒറീസ, ഛത്തീസ്ഗഡ് അടക്കമുള്ള ദേശങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സുഖകരമായ പ്രാക്കല്ല, തല്ലും തടവും ഒട്ടനവധി പ്രതിസന്ധികളും ഉണ്ടവർക്ക് എന്നും പ്രാർത്ഥിക്കണം. ഇങ്ങനെ കൂടി വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും അവരെ വഹിക്കണം. അവരുടെ കുഞ്ഞുങ്ങൾ, മിഷണന്മാരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ദാമ്പത്യ ജീവിതം, അവരുടെ മാതാപിതാക്കൾ, നാട്ടിലുള്ളവരുടെ പ്രിയപ്പെട്ട, ഇടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, അവരുടെ പ്രവർത്തന മേഖലയിൽ തന്നെ അവർക്ക് പരസ്യമായി നടക്കാൻ പറ്റുന്നില്ല, അവരെല്ലാം ടാർഗറ്റാണ്, സുവിശേഷ വിരോധികളാണ്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട്. അതുകൊണ്ട് സഹന അവബോധം. ശുശ്രൂഷയിൽ നമുക്ക് എന്തുകൊണ്ട്? സഹനം, സഹനത്യാഗങ്ങൾ, അതിനെക്കുറിച്ചുള്ള അവബോധങ്ങൾ. ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ്. യാദൃച്ഛിക വന്നു ചേരുന്നത് ഇതെല്ലാം എൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാണ്. അതാണ് സഹനാവബോധം. 5 കിട്ടിയോ?
അവബോധം 5 കിട്ടിയില്ലേ? ഓക്കെ, ഇനി ഓരോന്നും ഞാൻ പറയാം. ദൈവം